ആർട്ടിക് സമുദ്രത്തിലെ നോവ സെംലിയ ദ്വീപിന് മുകളിൽ 1961 ഒക്ടോബർ 30 പൊട്ടിത്തെറിച്ച സോവിയറ്റ് തെർമോന്യൂക്ലിയർ ബോംബാണ് RDS-220 അല്ലെങ്കിൽ കുസ്മയുടെ അമ്മ എന്നും അറിയപ്പെടുന്ന സാർ ബോംബ്. ഇതുവരെ പൊട്ടിത്തെറിച്ചതിൽ വച്ച് ഏറ്റവും വലിയ ആണവായുധമായിരുന്നു അത്. 50 മെഗാടൺ TNTയുടെ വിളവ്. ഇത് ഹിരോഷിമയെയും നാഗസാക്കിയെയും നശിപ്പിച്ച ബോംബുകളുടെ സംയോജിത ഊർജത്തിന്റെ ഏകദേശം 1570 മടങ്ങ് തുല്യമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ച എല്ലാ പരമ്പരാഗത സ്ഫോടക വസ്തുക്കളുടെയും 10 മടങ്ങ് സംയോജിത ഊർജം. 1883 ക്രാക്കറ്റോവ പൊട്ടിത്തെറിയുടെ കണക്കാക്കിയ വിളവിന്റെ 1/4. കൂടാതെ 10 ഇന്നുവരെയുള്ള മറ്റെല്ലാ ആണവ പരീക്ഷണങ്ങളുടെയും സംയുക്ത വിളവിന്റെ %. സാർ ബോംബ് 3 ഘട്ടങ്ങളുള്ള ഒരു തെർമോന്യൂക്ലിയർ ആയുധമായിരുന്നു. അതായത് ഒരു ഫ്യൂഷൻ റിയാക്ഷൻ പ്രവർത്തനക്ഷമമാക്കാൻ അത് ഒരു ഫിഷൻ ബോംബ് ഉപയോഗിച്ചു. ഇത് രണ്ടാമത്തെ ഫ്യൂഷൻ പ്രതികരണത്തിന് കാരണമായി. ഈ ഡിസൈൻ സിംഗിൾ സ്റ്റേജ് ആയുധത്തേക്കാൾ വളരെ വലിയ വിളവ് അനുവദിച്ചു. 100 മെഗാടൺ വിളവ് ലഭിക്കുന്ന തരത്തിലാണ് ബോംബ് ആദ്യം രൂപകൽപ്പന ചെയ്തിരുന്നത്. എന്നാൽ റേഡിയോ ആക്റ്റീവ് ഫാളുഡിന്റെ അളവ് പരിമിതപ്പെടുത്താൻ ഇത് 50 മെഗാടൺ ആയി ചുരുക്കി. സാർ ബോംബയുടെ സ്ഫോടനം ഒരു വലിയ അഗ്നിഗോളത്തെ സൃഷ്ടിച്ചു. അത് 33 കിലോമീറ്റർ 21 മൈൽ ഉയരത്തിലെത്തി. സ്ഫോടനത്തിൽ നിന്നുള്ള ഷോക്ക് തരംഗം 3 തവണ ലോകമെമ്പാടും സഞ്ചരിച്ചു. കൂൺ മേഘം 64 കിലോമീറ്റർ 40 മൈൽ ഉയരത്തിലെത്തി. സ്ഫോടനം വളരെ ശക്തമായിരുന്നു. അത് നോർവേ വരെ അനുഭവപ്പെട്ടു. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് സൈനിക ശക്തിയുടെ പ്രകടനമായിരുന്നു സാർ ബോംബ്. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള കഴിവ് സോവിയറ്റ് യൂണിയന് ഉണ്ടെന്നുള്ള അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു അത്. സാർ ബോംബയുടെ സ്ഫോടനം 2 മഹാശക്തികൾ തമ്മിലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നയിച്ചു. 1963 ഭാഗിക ടെസ്റ്റ് നിരോധന ഉടമ്പടി ഒപ്പുവെക്കുന്നതിൽ ഇത് ഒരു പങ്കു വഹിച്ചതായി കണക്കാക്കപ്പെടുന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ ശക്തിയുടെ ഓർമ്മപ്പെടുത്തലാണ് സാർ ബോംബ്. അവിശ്വസനീയമായ കലാസൃഷ്ടികളും